ഹലോ, കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇത്തവണ വെക്കേഷന് നാട്ടിൽ വന്നപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളിന്ന് പോണത് ഇടുക്കിയിലേക്കാണ്. അവിടെ നമ്മളെ സുഹൃത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുക. നമ്മളെ സുഹൃത്തിന് അവിടെ ജോലിയുണ്ട്. സോ കട്ടപ്പനയിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മളിങ്ങനെ രാത്രി യാത്രയാണ്. അതിൻ്റെ ഇടയിൽ കണ്ട ഒരു ഉത്സവവും സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത്. ആക്ച്വലി ഇത് വൈരങ്കോട് ഉത്സവമാണ്. ഇവിടെ എന്തോ ഇങ്ങനത്തെ കാളേൻ്റെ ഒക്കെ ഒരു രൂപം കെട്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പരിപാടികളൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് നിശാന്ത് ബ്രോ അപ്പോൾ കൂടെ പഠിച്ച ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പിന്നെ അവിടെ നിന്ന് പോന്നു. നമ്മളൊരു സ്ഥലത്ത് കയറി. ഏതായാലും മതി. പിന്നെ അവിടെ നമ്മൾ ആക്ച്വലി ഫുഡ് പ്ലാനില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ യാത്ര അതിമനോഹരമായൊരു യാത്രയാണ്. കാരണം ഞാൻ പിന്നെ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ എവിടെ കയറിയത് അറിയോ? അയേബ ഫുഡ് ആൻഡ് ഫൺ പാർക്ക്. അങ്ങനെ പിറ്റേ ദിവസം നമ്മളിതാ പോകുന്നത് വാഗമണ്ണിലേക്കാണ്. ഇന്നലെ രാത്രി പിന്നെ ഭയങ്കര ക്ഷീണമായി. പിന്നെ ആ റൂമിലെത്തിയപ്പോൾ ഒക്കെ ലേറ്റായി. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മുനമ്പം ഇക്കോ ടൂറിസത്തിലൊന്ന് പോയി. പക്ഷേ അതിൻ്റെ അവിടെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം അതിൻ്റെ അപ്പുറത്ത് ഏതോ എൻഡിലാണ് കയറേണ്ട സ്ഥലം. സോ ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു. നല്ല ഭംഗിയുള്ള മനോഹരമായ കാടുകളും ഇടുക്കിനെ കുറിച്ച് പിന്നെ നമ്മൾ പറയണ്ടല്ലോ. അടിപൊളി വൈബ്, ഫ്രണ്ട്സ്, പാട്ട്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് തങ്ങൾപ്പാറ വ്യൂ പോയിൻറ്റിലാണ്. ഇവിടെ വലിയൊരു പാറ ഉണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ഈ സൈഡിൽ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. ശരിക്കും നമ്മൾ വരേണ്ടത് വിൻ്റർ ടൈമിലാണ്. അപ്പോൾ ആ കോടയും തണുപ്പൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു യാത്ര. വിത്ത് ഫ്രണ്ട്സ് ആയതുകൊണ്ട് എസ്പെഷ്യലി നല്ല രസമായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കുറേ അവിടെയൊക്കെ റിസോർട്ടുകൾ എന്തൊക്കെയോ പണിയുന്നുണ്ട്. അങ്ങനെ ഒരു വൈഡ് വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും. ഞങ്ങൾ പറയാണോ? ഇല്ല, നോക്കാറില്ല. എന്ത് വെറുതെ ആൾക്കാർ പറ്റില്ല.
സപ്പോർട്ടൊക്കെ ആ പിന്നെ പൈസ പിന്നെ പാലം പൊളിച്ചാലോ? പാലത്തിന് പോയി പൊട്ടിച്ചാൽ മതി ആ പാലം. മറ്റേ വീഡിയോ എടുക്കേ. ഞാൻ അങ്ങനെ കടന്നു പോട്ടെ, നിങ്ങളെ ഞാൻ തോഞ്ഞു കാളുടെങ്കില് അങ്ങോട്ടേക്കാ പോണ്ടേ? സ്പോർട്സ് മാഷാ. ഇങ്ങനെ ചെയ്യണ്ടേ? ഇങ്ങനെ തിരിയും. ആമ്പല് പറിക്കണ്ടേ? അങ്ങനെ നല്ലൊരു ബോട്ട് തുഴയൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. കുറേ എൻജോയ് ചെയ്തു. നല്ലൊരു ഈവനിങ് ടൈമായിരുന്നു. പിന്നെന്താ, ഈ സ്ഥലം ഏതൊക്കെ മൂവിയിൽ കണ്ടിട്ടുണ്ട്. പട്ടത്തില് അങ്ങനെ വാഗമണ്ണിലെ കസർത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ചായ കുടിക്കാൻ പോയി. പോരുന്ന വഴിക്കുണ്ടോ. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നല്ല വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അവിടെ ഒരു കുഞ്ഞ് ചായ കടയുണ്ട്. അപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ട് അവിടെ കയറിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ പല സംഭവങ്ങളുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ തിന്നാനുള്ള പല കുഞ്ഞു കുഞ്ഞു കടികൾ. അപ്പോൾ അതൊക്കെ വാങ്ങി തട്ടി നമ്മൾ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ ചെറുതായിട്ട് മഴ പൊഴിയുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ തിരിച്ച് അവിടെ നിന്ന് റൂമിലേക്ക് പോകുമായിരുന്നു. അതെന്താ ശരിയാണ്. നമ്മൾ ഫുഡ് വേറെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പിന് പോയിട്ട് എപ്പോഴാണ് നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്തത്? ഞങ്ങൾ എത്ര ചെയ്യണ്ടേ പോണേ. നമ്മളെങ്ങോട്ടാ പോണേ പറ. നമ്മള് നിർമ്മല സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സിറ്റി കാണാൻ പോവുകയാണ്. സിറ്റിയോ? ഇടുക്കിയിലെ സിറ്റികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇടുക്കിയിൽ അങ്ങനെ ഓരോരോ സിറ്റികളുണ്ട്. ഓരോ പേരില് പല സിറ്റികൾ കോഴിക്കോടും മലപ്പുറത്തും കാണുന്ന ഓള സിറ്റികളല്ല. ഫേവറേറ്റ് ഫുഡ് സ്പോട്ടാണ് കട്ടപ്പനയിലെ അൽഫോൺസ് ഫാമിലി റെസ്റ്റോറൻറ്റ്സ് കട്ടപ്പന. ഇതാണ് കട്ടപ്പനയിലെ സ്റ്റാർ ഓഫ് ദി കട്ടപ്പന. മുത്തിന്റെ ഉള്ളിലെ പവിഴമാണ്.
ഇതാണ് നമ്മളെ നിർമ്മല സിറ്റി. സിറ്റി തേടി ചെന്ന ഞാൻ കണ്ട നിർമ്മല സിറ്റിയാണ് ഗൈസ് ഇത്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇടുക്കിയിൽ. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനത്തെ സ്ഥലങ്ങൾക്ക് ഇങ്ങനത്തെ പേരാണെന്നൊക്കെ എനിക്ക് ശരിക്കും കൗതുകം തോന്നി. അതുവഴി നടക്കാൻ വേണ്ടി നമുക്ക് കാണാനല്ലേ അപ്പം എന്താ നമ്മൾ കണ്ട സാധനമൊക്കെ. അയ്യടാ ഞാൻ അങ്ങനത്തെ സാധനം നോക്കൂല. എന്താ ഇന്നത്തെ സ്പെഷ്യൽ ഗൈസ്? ഉള്ളിയാ നിശാന്ത് സാഗറിന്റെ ബീഫ് ഉണ്ടാ. ഇതിലൊന്നുമില്ല. ഷെഫ് ഇത് മൊയലാളി. അമലിന്റെ സ്നാപ്പ് വീട് കാണട്ടെ. ഇവയുടെ വീട്ടിലെ വിഭവങ്ങൾ.
അതാ നീ വിളമ്പ് ആരും അറിയരുത് ഇങ്ങനൊരു മനുഷ്യ ഇത്ര പെട്ടെന്ന് പറഞ്ഞിട്ട് ചെറിയ ഉള്ളി വാങ്ങിയില്ലേന്ന് നിങ്ങൾ കേക്ക് ഉണ്ടോ? ചെറിയ ഉള്ളി വാങ്ങിയില്ലേന്ന്. നാളെ എത്താമല്ല, നാളെ രാവിലെ എണീച്ചിട്ട് നമ്മള് നിർമ്മല സിറ്റി ആണോ? ഇവിടെ അടുത്തുള്ള സിറ്റിയാ നിർമ്മല. കണ്ടം കാണിച്ച പോലെ ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യം പോയിക്കോ നമ്മൾ കിലോമീറ്റർ പൊളിച്ചില്ലേ? നമ്മൾ 12 കിലോമീറ്റർ ഉള്ള നിർമ്മല സിറ്റി ട്രക്കിംഗ് ആണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. യൂട്യൂബിൽ അങ്ങോട്ട് വരും. ആ എനിക്കറിയില്ല അതെന്താ സാധനം. വെയിറ്റ് ഓക്കെ. അതല്ല വളക്കാനാ.